എത്ത് ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ഷോർട്ട് വീഡിയോസ് മാത്രമായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ലോങ് വീഡിയോസ് ഇടാനായിട്ട് നമുക്ക് കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടല്ല, മടിയായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ എടുത്തില്ലെങ്കിൽ കൂണിൻ്റെ റെസിപ്പി ഇട്ടില്ലാന്നും പറഞ്ഞുകൊണ്ട് ആളുകൾ എന്നെ ഇട്ടിട്ടുണ്ട്. ഒത്തിരി പേര് പറയും ഒരുപാട് നാളായിട്ട് ഞാൻ വീഡിയോസ് ഇടാമെന്നും പറഞ്ഞുകൊണ്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മടിയായിട്ടാണ്. പിന്നെ നമ്മുടെ അടുക്കള അവിടുത്തെ അത്രയ്ക്ക് സെറ്റപ്പ് അല്ലായിരുന്നു, അതുകൊണ്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നാന്ന് പറഞ്ഞു കൊടുക്കുമ്മ? കൂൺ കറി വയ്ക്കുക കേട്ടോ. അമ്മ ഭയങ്കര തിരക്കില്ല. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളാരം കൂണ് കിട്ടിയാണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. ഈ വീഡിയോ ഇടുമ്പോഴേക്കും നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നമ്മളിതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനമുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1.5 കിലോ 2 കിലോയുടെ അടുത്തുണ്ട്. നമ്മളിപ്പം 4 വീട്ടിലേക്ക് നമ്മൾ സാധനങ്ങൾ കൊടുത്തു. അവരെല്ലാവരും തന്നെ കഴിച്ചിപ്പം റെസ്റ്റ് എടുക്കുമായിരിക്കും. ഇപ്പോൾ ഒരു സമയം എത്രയും ഒരു 8 മണിയാവാറായി രാത്രി. ഇത് നമുക്ക് വെളുപ്പിന് 8 മണിക്ക് കിട്ടിയേക്കണതാണ്. ഇതുവരെ ഒരു കേടും വന്നിട്ടില്ല കേട്ടോ. നല്ല കട്ടയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചൊക്കെ തരാം. അപ്പോൾ ഈ സാധനം നമ്മളിന്ന് എങ്ങനെയോ ഉണ്ടാക്കാൻ പോവാം. അമ്മ ഇതവിടെ സാധനങ്ങളൊക്കെ പുറകെ കൂട്ടിക്കൊണ്ട് അമ്മേനെ തിരിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. എങ്ങനെ ഉണ്ടാക്കാൻ പോകണ്ട, നമ്മളിതിങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചല്ലോ, എണ്ണ ഒഴിക്കാം. ഭയങ്കര ചൂടാ ഗൈസ്. ചട്ടി എടുപ്പത്ത് വെച്ചു അമ്മ പറഞ്ഞോ. ഇച്ചിരി എണ്ണ ഒഴിക്കാം. അപ്പം ഞാൻ ബാക്ക് ക്യാമറയിൽ ഇനി കാണിച്ചു തരാം കേട്ടോ. വെള്ളം പോയില്ലേ? വെള്ളം പോയോ? അപ്പോൾ ഈ അല്ലേ ആള് ഒക്കെ മാറ്റിക്കോളും. അതെ. അപ്പോൾ ഞാൻ കൂണ് കാണിച്ചിട്ടാന്ന് പറഞ്ഞില്ലേ, ഇതാണ് കേട്ടോ. നമുക്ക് രാവിലെ 8 മണിക്ക് കിട്ടിയ സാധനമാണ്. നല്ല മുട്ടക്കൂണായിരുന്നു. അപ്പോൾ നല്ല കട്ടിയുണ്ട് കേട്ടോ. വിരിഞ്ഞിട്ടില്ല ഈ കൂണ, വേണ്ടോ, കേടൊന്നും ആയിട്ടില്ല. എൻ്റെ മുട്ടക്കൂണായിരുന്നു. അപ്പം ഞാൻ ഈ വെള്ളാരം കൂണ് ദിവസങ്ങൾ കാത്തിരുന്ന് ഉണ്ടാക്കിയെന്നല്ല, എങ്ങനെയാണ് വളർന്നു വന്ന് വിരിയിച്ചെടുത്തേ. വിരിഞ്ഞ് വന്ന് കണ്ട് ലൈവ് ദിവസങ്ങൾ എത്രയോ ദിവസത്തെ പ്രോസസ്സിങ്. അതിങ്ങനെ നമ്മൾ ചെന്ന് ഒരു ദിവസം ഇതിങ്ങനെ നിന്ന് മണ്ണിൻ്റെ അകത്ത് നിന്ന് ഓരോ ദിവസത്തെ ഇത് കണ്ട വളർന്നു വന്നത് നമ്മൾ എല്ലാം അറിയണ്ടോ, പറിച്ചുകൊണ്ട് പോരുമല്ലേ. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. പൊട്ടി വന്നോ? ഒന്നില്ല, പൊട്ടി വന്നില്ല. പൊട്ടി കണ്ടോ? ഇവിടെ പറഞ്ഞു. ഇപ്പൊ മനസ്സിലായോ ഞാൻ എന്തുകൊണ്ട് വോയിസ് ഓവർ ചെയ്യണോ അമ്മേനെ കൊണ്ട് ചെയ്യിക്കണില്ല എന്ന്? മുഴുവൻ എന്നെ ട്രോളായിരിക്കും. ഇനി എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് ഇവിടെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട്. സവോള, പച്ചമുളക് ഇത് ഇടട്ടോ. ഇട്ടില്ലെങ്കിൽ കരിഞ്ഞു. ഞാൻ തിരിക്കാം. അല്ല, വെള്ളത്തുള്ളി സവോള ഇട്ട് കൊടുക്കാം. നമുക്ക് പിന്നെ ഇത്രയും സാധനങ്ങളൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ തേങ്ങാക്കുത്ത്, മുളക്, കറിവേപ്പില. അതിന് ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് കറിയായി പോകും. പിന്നെ നമ്മൾ എന്തിനാ ഉപ്പിന് കറിക്ക് വേണ്ടിയിട്ട്, അല്ല കൂണിന് വേണ്ടിയിട്ട്, ഉപ്പിന് വേണ്ടിയിട്ട് കൂണിട്ട മതിയോ? ഉറപ്പിക്കാവോ? ഉറപ്പിച്ചു. ഉപ്പിന് വേണ്ടിയിട്ട് കൂണിട്ട മതി പോകും. അപ്പടി ഉറപ്പിച്ചു, അരക്കിട്ട് ഉറപ്പിച്ചു. സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മഞ്ഞളിട്ടു. കഴുകിയതല്ലേ, മതി. ഇത്തിരി ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞൾക്കുത്തുണ്ടാവും. പിന്നെ നമ്മൾ കഴിക്കാൻ കൊള്ളില്ല. മഞ്ഞൾ കൂടിക്കഴിഞ്ഞാൽ കഴിക്കാൻ കൊള്ളാം. പിന്നെ മുളക് പൊടി. നമുക്ക് ഇത്രയും സാധനം ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ഇട്ടാണ്. ഇതിന് പെട്ടെന്ന് മസാല പിടിക്കുന്നതുകൊണ്ട് ഒരുപാട് മസാലകൾ നമ്മൾ വാരിക്കോരി ഇടരുത്. കൂണിൻ്റെ ടേസ്റ്റ് നമുക്ക് മാറി കിട്ടും. അത് കാരണം നമ്മൾ കൂണിൻ്റെ ആ ഒരു നല്ല രുചിയുണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മസാലയൊക്കെ കുറച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. ശരിയാണോ അമ്മ? ശരിയാണ്.
പിന്നെ നമ്മൾ തേങ്ങാക്കൊത്തി ഇട്ടിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് പൊടിവർഗ്ഗങ്ങളും ഇട്ട് സെറ്റാക്കണം. നമ്മൾ കൂണിട്ട് കഴിഞ്ഞിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ വാങ്ങുക. മതിയല്ലേ? എനിക്ക് ഡയറ്റാമാ. ഡയറ്റ് ഉള്ളവരൊക്കെ നോക്കി മാറി വേണം. ഞാൻ ഇളക്കാം. നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. നമ്മൾ അരപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ടായി, കുറച്ച് കൂടി വേറെ കിട്ടിയിട്ടുണ്ടായിരുന്നു കരിയിലെ കൂണ. അപ്പോൾ അത് ഉണ്ടാക്കിയതിൻ്റെ അരപ്പ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമ്മ കൈ കൊണ്ട് കാണിക്കുന്നു, അമ്മയ്ക്ക് ചേർക്കണം. വെള്ളമൊക്കെ ഇതിനകത്തൊന്ന് അടങ്ങി പോകുന്നില്ല. നമ്മൾ കഴുകി ഇട്ടേക്കണതിനകത്തുനിന്നുള്ള വെള്ളം ഇറങ്ങും. കറി അച്ചടിച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കണ്ട, അത് ശകലം വെള്ളം ഒഴിക്കണ്ട. അങ്ങനെന്ത് പറഞ്ഞാലും അല്പം നമുക്കുള്ളൊരു ഇത് നന്നായിട്ട് വേവണം എന്നല്ലേ. അങ്ങനെ കൂണൊക്കെ നമ്മൾ എല്ലാ അസുഖങ്ങളൊക്കെ വന്നാലും. ഒത്തിരി വെള്ളമില്ല കേട്ടോ, കൂണിൽ വെള്ളം കൂടുതലായതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം, അത്യാവശ്യം വെള്ളമുണ്ട്, ഒത്തിരി കുറവുമല്ല ഒത്തിരി കൂടുതലുമല്ല, ഒരു കുഴമ്പം പരുവം. അപ്പോൾ ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പരുവത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരെണ്ണം തിന്നോക്കൊന്നും വേണ്ട, കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. അത് അങ്ങനെ പച്ചക്ക് കഴിക്കില്ലേ, വേഗത്തെ. ഇടുക്കി തീമർത്ത് പൊളിച്ച് ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. ഇല്ലേ, ഞാൻ പറഞ്ഞില്ല ചക്കര ഇട്ടോളൂ. കാരണം അമ്മ ഉണ്ടാക്കുന്ന സാധനം പക്ഷെ കയ്യിൽ ചാടിയിട്ടില്ല. അത് ടോപ്പ് ഷെഫുമാർ മാത്രം ചെയ്യുന്ന ഒരു തരം രുചിയാണ്. ഷെഫുമാരെ കാണും, ഷെഫ് പിള്ളേർക്ക്. എൻ്റെ അപ്പം ഭയങ്കര ടോപ്പ് ഷെഫാ. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പരിപാടി അവസാനിപ്പിക്കുകയാണ്. അവസാനമാണ് ഇടാവുള്ളൂ, ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ഇടരുത്, എങ്കിലാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമ്മുടെ കൂണിവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് അടുത്തത് ഉണ്ടാക്കാം. അടുത്തതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് അമ്മ അടുത്ത പരിപാടി നോക്കുകയാണ്. കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ ഇട്ട് വഴറ്റും. അതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് എല്ലാം വാരിപ്പൊട്ടി പിടിച്ചേക്കും അമ്മ. എല്ലാ സാധനവും ഉണ്ട് അതിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. വെളുത്തുള്ളി ഇഞ്ചി ഇല്ല, വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ സവോള ഇട്. പിന്നെ അത് വഴയട്ടെ, നമുക്ക് അതൊക്കെ അറിയാലോ അല്ലേ. അത് നിങ്ങൾ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ സാധനം അങ്ങോട്ടേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ രുചി കാണിക്കും. പിന്നെ ഈ അരപ്പിടും. അങ്ങനെ എന്നാണ്ടൊക്കെയാണ് കറി ഉണ്ടാക്കണത്. എല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോൾ ഒരു കളറിൽ നമുക്ക് സാധനം കിട്ടും. ഇതിലും സിമ്പിളായിട്ട് കറി ഉണ്ടാക്കാൻ പറഞ്ഞു തരുന്നത് എനിക്ക് അറിയാൻ പാടില്ല അല്ലമ്മ. സവോള വഴറ്റുക, സാധനങ്ങൾ വഴറ്റുക, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എന്തെങ്കിലും ഇടണോ അമ്മ? പിന്നെ കൂണലിടണേ. അത് കഴിയുമ്പോൾ കൂണിടും, പിന്നെ അരപ്പിടും. അരപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വറുത്തരക്കിയല്ലേ, നമ്മൾ സാധാരണ വറുത്തരയ്ക്കണ തേങ്ങ വറുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ എന്നാണ്ടൊക്കെ ഇല്ല നല്ല പറഞ്ഞിരിക്കുന്നത്. കറുവപ്പട്ടയിലും പിന്നെ അരി വറുത്തിടും. അരി ആദ്യം വറുക്കും, അതിൻ്റെ കൂടെ തേങ്ങ ഇട്ട് വറുക്കും. അങ്ങനെ മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കും. ഇത് വെന്ത് വന്നു കഴിയുമ്പോൾ സവള വെന്ത് ആടി കഴിയുമ്പോഴത്തേക്കും
സ്പൂണിട്ട് കഴിച്ചെടുക്കും. അത് കഴിഞ്ഞ് അടുപ്പിട്ട് വാങ്ങും. അപ്പോൾ നമ്മൾ കൂണിൽ ഒരു ഇറ്റ് വെള്ളം പോലും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂണിൽ കുറേ വെള്ളമുണ്ട് കേട്ടോ. അതൊക്കെ ഇറങ്ങി വന്നിട്ട് തന്നെത്താനെ വേവാനായിട്ടുള്ള ഇതുണ്ടാവും. കാരണം നമ്മൾ അടുത്ത വെള്ളം കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ മുഴുവൻ വെള്ളമായിട്ട് കുഴഞ്ഞ് കിട്ടിയിരിക്കും. അങ്ങനെ നമ്മൾ വന്ന് നോക്കിക്കഴിയുമ്പോൾ സാധനം വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾ കരിയണം. നമ്മളത് ഇട്ടില്ലല്ലോ. ആദ്യം മഞ്ഞൾ അതിനകത്ത് അരച്ചിട്ടുണ്ട്. എന്നാലും ഒരു ശക്കല വളവില്ല. കാണുമ്പോൾ ഒരു ഗുമ്മ് വേണ്ട കറിക്ക്. കുറച്ച് മഞ്ഞൾ അതും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് കറക്കിയല്ല ഇളക്കിയെടുക്കുക. നമുക്ക് അരപ്പ് അരച്ച് വെച്ചേക്കുന്നത് അരപ്പിടാൻ പോവാം അമ്മ. എല്ലാം കൂടെ ഒഴിച്ചിട്ട് മിനിറ്റത്തേക്ക് മാറി. അടിപൊളി, നല്ല രുചിയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കലാപരിപാടി ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇനി അടുക്കളയൊന്ന് അൽക്കുലത്തായിരിക്കുന്നത് ഒന്ന് വൃത്തിയാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. ഞാൻ മുടി വെട്ടിട്ടോ, അത് കാരണം ഒരു പൊട്ടറ്റോ ലുക്കാണ് എനിക്ക്. കണ്ടോ, പിന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം ഒന്ന് സെറ്റാക്കാൻ. ഇത് കണ്ടോ, നമ്മുടെ കറി ഇവിടെ ഒരെണ്ണമുണ്ട്, അപ്പുറത്ത് ഒരെണ്ണമുണ്ട്. അപ്പം ശരി, ബൈ.